ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി ലഡുവിൻ്റെ റെസിപ്പി കേട്ടോ. നമ്മുടെ ബേക്കറിലൊക്കെ കിട്ടുന്ന നല്ല പഞ്ഞി പോലുള്ള ഒരു ലഡു കേട്ടോ. നമ്മൾ സാധാരണ ബേക്കറിയിൽ ബൂന്തി ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ലഡുവാണ് അധികവും കാണാറ്. പക്ഷേ ഇത് അതുപോലെയല്ല, ഒരു കപ്പ് പരിപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ലഡു ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണ നമ്മൾ ലഡു കഴിക്കുന്നതിനേക്കാളും നല്ല സൂപ്പർ ടേസ്റ്റ്, നല്ല പഞ്ഞി പോലുള്ള സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഇന്ന് ലഡു കിട്ടുന്നത്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് എങ്ങനെയാണ് ലഡു ഉണ്ടാക്കുന്നത് നോക്കാം. കൂടെ തന്നെ റെസിപ്പിക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. അപ്പോൾ നമ്മുടെ ഈ ലഡു ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ സാമ്പാർ പരിപ്പല്ല, കടലപ്പരിപ്പാട്ടോ നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ 250 ml കപ്പിന് ഒരു കപ്പ് കടലപ്പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഈ കടലപ്പരിപ്പ് 2-3 തവണ നന്നായിട്ട് കഴുകി വെള്ളത്തിൽ ഒന്ന് കുതിർക്കാനായിട്ട് വെക്കുവാണ്. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 2 മണിക്കൂർ അത്ര മാത്രം മതിയാവും. ഇപ്പോൾ നല്ലതുപോലെ കഴുകി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ കടലപ്പരിപ്പിൻ്റെ ഒപ്പത്തിനൊന്ന് വെള്ളം നിർത്താം. അതിനുശേഷം ഇത് ഒരു അടച്ച് വെച്ച് ഒരു 2 മണിക്കൂറെങ്കിലും ഇതൊന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും ഇത് നല്ലതുപോലെ വെള്ളമൊക്കെ കുടിച്ച് ശരിക്കും ഇങ്ങ് വേർത്ത് വന്നിട്ടുണ്ടാവും. 2 മണിക്കൂർ, അതിൽ കൂടുതലൊന്നും വേണ്ട കേട്ടോ. ഇപ്പോൾ ഇതാ ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞു, കണ്ടോ, വെള്ളമൊക്കെ ആണെങ്കിൽ നല്ലതുപോലെ കുടിച്ച് ശരിക്കും അങ്ങ് വേർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നമ്മുടെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഈ കടലപ്പരിപ്പ് മാറ്റുവാണ്. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒറ്റ തവണയായിട്ട് അരയ്ക്കേണ്ട, 2 തവണയായിട്ട് അരച്ചാൽ മതി. അപ്പോൾ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ നല്ലതുപോലെ അരച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാകും. അപ്പോൾ 2 തവണ എടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ അരഞ്ഞു കിട്ടും. അങ്ങനെ നമ്മൾ കടലപ്പരിപ്പ് ഒരു തവണ ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ കടലപ്പരിപ്പിൻ്റെ ചെറിയൊരു തരിതരിപ്പോ അങ്ങനെയൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെയാണ് വെള്ളം ചേർക്കാതെ നമ്മളൊന്ന് അരച്ചെടുത്തത്. അപ്പോൾ ഒരു തവണ അരയ്ക്കുമ്പോൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് 2-3 തവണ ഒന്ന് കറക്കിയിട്ട് വേണം ഇതേപോലെ അരയ്ക്കാനായിട്ട്. അപ്പോൾ ഒട്ടും തന്നെ തരിതരിപ്പില്ലാതെ നല്ലതുപോലെ തന്നെ അരച്ചെടുക്കുക. നമുക്ക് ബാക്കി വന്ന കടലപ്പരിപ്പും ഇതേപോലെ തന്നെ അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ 2 തവണ നമ്മൾ അരച്ച കടലപ്പരിപ്പ് ഇതേപോലെ ഒരു ബൗളിലേക്ക് നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ഇതേപോലെ കുറച്ചെടുത്ത് നമുക്ക് ഓയിലിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഷേപ്പൊന്നും വേണമെന്നില്ല, നമ്മുടെ കയ്യിലൊന്ന് മുറുക്കി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് തന്നെ നല്ലതുപോലെ നമുക്കിത് മുറുക്കി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ഇവിടെ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ കയ്യിലെടുത്ത് കുറച്ച് നമ്മുടെ ഈ ഓയിലിലേക്കിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. പ്രത്യേകിച്ച് ഒരു ഷേപ്പും വേണമെന്നില്ല, കണ്ടോ, ഇതേപോലെ ഒന്ന് ചെയ്താൽ മതി. ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും. ഒരു 2-3 മിനിറ്റ് അത്ര മാത്രം മതിയാവും. ആ കടലപ്പരിപ്പിൻ്റെ പച്ച ചൊവ്വയൊക്കെ ഒന്ന് മാറി നമ്മുടെ ലഡു ഉണ്ടാക്കുമ്പോൾ നല്ലപോലെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ആദ്യം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതാ ഒരു ബാച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പതുക്കെ ഒന്ന് കളറൊന്ന് മാറി വന്നപ്പോൾ നമ്മൾ പതുക്കെ ഒന്ന് മറിച്ചിട്ടും കൂടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതങ്ങ് എടുത്ത് കോരി മാറ്റി വയ്ക്കാം. ആ ഒരു പച്ചമണം മാറി അത്ര മാത്രം മതിയാവും. ഒരുപാട് നേരം ഒന്നും ഇട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതാ പതുക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതങ്ങ് എടുത്ത് മാറ്റി വയ്ക്കുവാണ്. അപ്പോൾ 2-3 തവണയായിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ നമ്മുടെ ഈ കടലപ്പരിപ്പ് ഇങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ലഡു ഉണ്ടാക്കുമ്പോൾ ബൂന്തി ഇതേപോലെ ഫ്രൈ ചെയ്തിട്ട് വേണമല്ലോ ചെയ്യാനായിട്ട്. പക്ഷേ ഇതാകുമ്പോൾ കടലപ്പരിപ്പ് ഇങ്ങനെ ഷേപ്പൊന്നുമില്ലാതെ വെറുതെ അങ്ങ് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്ന 3 ബാച്ചും കടലപ്പരിപ്പ് നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കാഷ്നട്ടും അതേപോലെ തന്നെ കുറച്ച് മുന്തിരിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലഡുവിൻ്റെ കൂടെ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് അത്രയും മാത്രമേ എടുത്തിട്ടുള്ളൂ. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. ഇത് കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതങ്ങ് എടുത്ത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കറുത്ത മുന്തിരിയായിട്ട് എടുത്തിരിക്കുന്നത്. ഏത് മുന്തിരിയാണെങ്കിലും കുഴപ്പമില്ല. കറുത്ത മുന്തിരിയാകുമ്പോൾ ലഡു ഉണ്ടാക്കുമ്പോൾ കാണാൻ കുറച്ചും കൂടി നല്ലതായിരിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ടും ഫ്രൈ ചെയ്ത് നമുക്കൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കടലപ്പരിപ്പും ഒരു പ്ലേറ്റ് നിറയെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ലല്ലോ, അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതിനിപ്പോൾ നന്നായിട്ട് ചൂടുണ്ട്. ഇതിൻ്റെ തീ ചൂടൊന്ന് ആറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. കണ്ട കാഷ്നട്ടും മുന്തിരിയും കൂടി അവിടെ റെഡിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഇതേപോലെ ഒട്ടും തന്നെ വെള്ളമില്ലാത്ത നന്നായിട്ട് ഉണങ്ങിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട്. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ മിക്സിയുടെ ജാറ് നല്ലതുപോലെ ഉണങ്ങിയതായിരിക്കണം നമ്മൾ എടുക്കാനായിട്ട്. അതാ ഞാനിവിടെ ഒരു ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പൊടിച്ചെടുക്കണം നമുക്ക്. അങ്ങനെ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് തന്നെ നമ്മളൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ചെറിയൊരു തരിതരിപ്പോട് കൂടി.
നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഒരുമിച്ചിട്ട് ഇതേപോലെ മിക്സിയുടെ ജാറിൽ ചെയ്യാനായിട്ട് നിൽക്കരുത്. ഒരു 2-3 തവണയായിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ബാക്കി വന്ന 2 ബാച്ചും കൂടി ഒന്ന് ചെയ്ത് ഇതേപോലെ ഒരു പ്ലേറ്റ് നിറയെ നമുക്ക് കടലപ്പരിപ്പിൻ്റെ പൊടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ലഡു ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ലഡു ഉണ്ടാക്കാനായിട്ട് ഇതേപോലെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാൻ തന്നെ എടുക്കുക. ഇതിനകത്തേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ട് 250 ml കപ്പിന് 1 കപ്പ് പഞ്ചസാരയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്കിത് പഞ്ചസാര പാനിയാക്കി എടുക്കാം. അപ്പോൾ 1 കപ്പ് കടലപ്പരിപ്പിന് 1 കപ്പ് പഞ്ചസാര അത്രയും തന്നെ മതി. കൂടുതലോ കുറവോ ഉണ്ടാവില്ല, കറക്റ്റായിരിക്കും. ഇനിയിപ്പോൾ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 കപ്പ് വരെ നമുക്ക് എടുക്കാം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കയ്യിലെടുത്ത് നോക്കുമ്പോൾ ചെറിയൊരു നൂൽക്കമ്പി പരുവം അത്രയും മാത്രം മതിയാവും. അപ്പോൾ നന്നായിട്ട് തിളച്ച് ശരിക്കും അങ്ങ് തിക്കായി പോയത് കേട്ടോ. ചെറിയൊരു ചൂടുണ്ടാവും. ഇതാണ് ശരിക്കുള്ള പരുവം കണ്ടോ. ചെറിയൊരു നൂൽക്കമ്പി പരുവം കണ്ടോ, ഇത് മതി. നമ്മളിപ്പോൾ റെഡിയാക്കുന്ന ലഡു നല്ല സോഫ്റ്റായിട്ട് നല്ല കട്ടിയായിട്ട് ഇരിക്കുന്നത് നമ്മുടെ ഈ പഞ്ചസാരയുടെ ഈ നൂൽക്കമ്പി പരുവത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഇത് കുറച്ചും കൂടി കട്ടിയായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ലഡു നന്നായിട്ട് കട്ടിയായി പോകും. ഇതിനേക്കാളും ഇത്രയും വന്നില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും ഉരുട്ടിയെടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പോൾ ഈ ഒരു ചെറിയൊരു നൂൽക്കമ്പി പരുവം വരാൻ വേണ്ടി നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ നൂൽക്കമ്പി പരുവായതിനു ശേഷം ഇതിനകത്തേക്ക് ഒരു 2 തുള്ളി ഫുഡ് കളറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു നിർബന്ധമില്ല. ഞാനിപ്പോൾ യെല്ലോ കളറാണ് ചേർത്തത്. നിങ്ങളുടെ കയ്യിൽ റെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ റെഡ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു റെഡ് കളറിൽ നമ്മുടെ ലഡു നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ കടലപ്പരിപ്പിൻ്റെ മിക്സ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് തന്നെ പഞ്ചസാര പാനിയായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴായിരിക്കും നമ്മുടെ പാനിൽ നിന്നൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വിട്ട് വന്ന് ശരിക്കും ഒന്ന് ഉരുട്ടിയെടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുക. ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല, ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് കുറച്ചും കൂടി ഒന്ന് ചൂട് കയറി ശരിക്കും ഒന്ന് തിക്കായി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കടലപ്പരിപ്പിനാണെങ്കിൽ ഒട്ടും തന്നെ ചൂടൊന്നുമില്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂട് കയറി വരട്ടെ. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും മുന്തിരിയും കൂടി ഈ സമയം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 1-2 മിനിറ്റിന് ശേഷം നമ്മുടെ പാനിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വന്ന് ശരിക്കും ഒരു ലഡു ഉണ്ടാക്കുമ്പോൾ ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള ആ ഒരു ഷേപ്പിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. ഈ സമയം നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത്. ഇത്രയും നേരം മിക്സ് ചെയ്തൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഗ്യാസ് ഓഫാക്കി ഇതിൻ്റെ തീ ചൂടാറുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മിക്സിൻ്റെ തീ ചൂടൊന്ന് ആറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ലഡുവിൻ്റെ ഷേപ്പിലാക്കി ഒന്ന് ഉരുട്ടിയിടുക. അതിനായിട്ട് കയ്യിൽ ഞാൻ കുറച്ച് നെയ്യൊന്ന് പറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, 2 കയ്യിലും. അപ്പോഴാണ് നല്ല ഷേപ്പിന് തന്നെ നമുക്ക് കിട്ടുക, കയ്യിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ. അതിനുശേഷം ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് ലഡുവിൻ്റെ ഷേപ്പിലാക്കി ഇങ്ങ് ഉരുട്ടിയെടുക്കാം. കണ്ടത് നന്നായിട്ട് തന്നെ നമുക്ക് ഒരേ ലഡുവിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വലുപ്പത്തിലുമല്ല എന്നാൽ തീരെ ചെറുതുമല്ല, ഒരു മീഡിയം സൈസുള്ള ലഡുവാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. കണ്ടതാ ഇതേപോലെ കറുത്ത മുന്തിരിയൊക്കെ വെക്കുമ്പോൾ നല്ലൊരു ഭംഗിയിൽ നമുക്ക് കിട്ടും. ഇതേപോലെ തന്നെ ഒരു ചെറു ചൂടിൽ നിർത്തിയുകൊണ്ട് ബാക്കിയുള്ള എല്ലാ ലഡുവും നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരുപാട് തണുത്ത് പോയിട്ട് ഇത് ഉരുട്ടാനായിട്ട് നിൽക്കരുത് കേട്ടോ. നമ്മുടെ കയ്യിൽ എടുത്ത് പിടിക്കാൻ പറ്റാവുന്ന ഒരു ചെറു ചൂട് അതാണ് വേണ്ടത്. ആ സമയം തന്നെ നമ്മൾ എല്ലാ ലഡുവും ഉരുട്ടിയെടുത്തോളണം. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, ഏറ്റവും എളുപ്പത്തിൽ കുറഞ്ഞ ചേരുവയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി ലഡുവാണ്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ സാധാരണ ലഡു കഴിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ, നല്ല പഞ്ഞി പോലുള്ള ഒരു ടേസ്റ്റാണ് നമ്മുടെ ഈ ലഡുവിന്. ഇപ്പം ഞാനിവിടെ 1 കപ്പ് കടലപ്പരിപ്പിൽ നിന്ന് ഏകദേശം 17 ലഡു ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസുള്ള 17 ലഡു കേട്ടോ നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസം വരുമ്പോൾ എണ്ണത്തിലും ചെറിയൊരു വ്യത്യാസം വരും. എങ്ങനെ പോയാലും ഒരു 14-15 ലഡു ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ കടലപ്പരിപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ ലഡു എല്ലാവരും റെഡിയാക്കി നോക്കി കമൻസൊക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കുക. കൂടെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ലഡു ഒക്കെ ഉണ്ടാക്കി നോക്കി കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുക. നമുക്കിതേപോലുള്ള പുതിയ വീഡിയോസിൻ്റെ നല്ല അടിപൊളി റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.